നമസ്കാരം. 2025 രാഹുകേതു മാറ്റം മിഥുനം രാശി അല്ലെങ്കിൽ മിഥുനം ലഗ്നത്തിൽ ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ കേതു നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്കും രാഹു നിങ്ങളുടെ 9-ാം ഭാവത്തിലേക്കുമാണ് ഗോചരം ചെയ്യുന്നത്. 3-ാം ഭാവം എന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ, സിബ്ലിങ്സിനെ, നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ യങ്ങർ സിബ്ലിങ്സുമായി, നിങ്ങളുടെ നെയ്ബേഴ്സുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സഹോദരങ്ങളെ പോലെ കാണുന്ന നിങ്ങളുടെ കൂട്ടുകാരുമായൊക്കെ ഇടപഴകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇവിടെ കേതു മിഥുനം രാശിയിൽ ചിങ്ങത്തിൽ നിൽക്കുന്നു. മിഥുനം രാശി എന്നത് കേതുവിനെ സംബന്ധിച്ചിടത്തോളം നീചരാശിയാണ്. പോരാത്തതിന് ജൂൺ 6 മുതൽ ജൂലൈ 28 വരെയുള്ള സമയത്ത് ചൊവ്വയും കൂടി ഈ കേതുവിനോടൊപ്പം യോഗം ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ ഒരു ഇൻറ്റൻസ് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻറ്റൻസ് എനർജി ഓഫ് ആങ്കർ, ഫ്രസ്ട്രേഷൻ, അഗ്രസീവ്നെസ്, ഓവർ കോൺഫിഡൻസ്, ഈഗോ, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ടൈമാണ്. പക്ഷെ ഇത് നെഗറ്റീവ് ആണെന്ന് പറയാൻ കഴിയില്ല, ഈ ഈഗോയും ഓവർ കോൺഫിഡൻസും. കാരണം നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത വിജയത്തിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന കോൺഫിഡൻസ് ആണത്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഓവർ കോൺഫിഡൻസ് ആയിട്ട് തോന്നും. സോ മറ്റുള്ളവർ അത് അംഗീകരിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ ഈഗോ ഹേർട്ടാവുകയും നിങ്ങൾ പൊട്ടിത്തെറിച്ച് പോകുന്ന ഒരവസ്ഥയുണ്ടാവും. പിന്നീട് അതൊരു വലിയ ഇഷ്യൂ ആയി മാറുക. സോ ഇവിടെ ആവശ്യമില്ലാതെ നിങ്ങളിലേക്ക് പ്രശ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ടൈമാണ്. ഇത് ശരിക്കും ഒരു എക്സാമ്പിളിലൂടെയാണ് എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്ത് യുദ്ധമുണ്ടായ സമയത്ത് അത് പരിഹരിച്ചു എന്ന് പറഞ്ഞ് മറ്റൊരു രാജ്യം മുന്നോട്ട് വന്നു അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി. പക്ഷേ അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടില്ല. മാത്രവുമല്ല, നമ്മളുടെ ശക്തിയിലും ബുദ്ധിയിലും നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്ന രാജ്യത്തിന് എതിർത്ത് നിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടായി അവരായിട്ട് സ്വമേധയാ പിൻവാങ്ങുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ മറ്റൊരു രാജ്യം വന്നപ്പോൾ നമ്മൾ ഓപ്പണായി പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഇതിലൊരു റോളും ഇല്ല. അതോടുകൂടി ആ രാജ്യത്തിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നു, അല്ലെങ്കിൽ നഷ്ടങ്ങൾ നേരിടേണ്ടതായി വന്നു. പല വസ്തുക്കളുടെയും കയറ്റുമതി നിരോധിക്കുകയും പല വസ്തുക്കളുടെയും പ്രൊഡക്ഷൻ ഇന്ത്യയിൽ വേണ്ടെന്ന് വെക്കുകയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോൺസിക്വൻസസ് നമ്മൾ നേരിടേണ്ടതായി വന്നു. ഈ ഒരു അവസ്ഥ തന്നെയാണ് ഈ ഗോചരത്തിൽ നിങ്ങൾക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. നിങ്ങൾ പലതും വെട്ടിത്തുറന്ന് അല്ലെങ്കിൽ ദേഷ്യത്തോടെ പറയുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസും കൂടി ആലോചിച്ചിട്ട് വേണം അത് പറയാനായിട്ട്. മാക്സിമം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേപ്പർ വർക്ക്സ്, ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ടൈമാണ്. ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വയം ചെയ്യാൻ നോക്കണം. അഥവാ ഏൽപ്പിച്ചാൽ തന്നെ എപ്പോഴും അതിൻ്റെ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ട ഡേറ്റാസൊക്കെ ലോസ് ആകാൻ ചാൻസ് ഉള്ളൊരു ടൈമാണിത്. പേപ്പർ വർക്ക്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സ്വയം ചെയ്യാൻ ഒരു മടി വന്ന് അത് നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കും. പക്ഷെ പിന്നീട് ആ ഡേറ്റ ലോസ് ആവാനോ അല്ലെങ്കിൽ അവരത് കറക്റ്റായിട്ട് ചെയ്യാണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. സോ ഈ ഒരു ട്രാൻസിറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ എങ്കിലും മാറ്റിവെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫിസിക്കൽ എക്സസൈസ് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഹെഡ് മസാജ് ചെയ്യുക. വീട്ടിലുള്ള ആരോടെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയില്ലെങ്കിൽ മറ്റാരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുക. കാരണം ഇത് നിങ്ങൾക്കൊരു ഈ ടെൻഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്കൊന്ന് റിലാക്സ്ഡ് ആവാൻ ഇത് ഒരുപാട് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക, ഇഷ്ടമുള്ള പ്രോഗ്രാംസ് കാണുക. അതിനായിട്ട് എപ്പോഴും ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് അവർ എങ്കിലും മാറ്റിവെക്കുക. ഇത് നിങ്ങളിലെ ആങ്കർ, ഫ്രസ്ട്രേഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതുമല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദാനധർമാദികൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളത് ചെയ്യുമ്പോൾ അവരിലുണ്ടാകുന്ന സന്തോഷവും അല്ലെങ്കിൽ അവരുടെ ആ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലൊരു സന്തോഷവും സമാധാനവും ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണിത്. ഈ ട്രാൻസിറ്റിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നത് നിങ്ങൾക്ക് ഹയർ ലേണിങ്സിനൊക്കെ പോകാൻ കഴിയുന്ന ഒരു ടൈമാണിത്.
PhD അല്ലെങ്കിൽ മുടങ്ങിപ്പോയ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈമാണിത്. അതുപോലെ സ്പിരിച്വൽ ലേണിങ്ങിനും നല്ല ടൈമാണ്. പിന്നെ ഷോർട്ട് ട്രാവൽസ് ഒക്കെ ഉണ്ടാവാം. അതായത് ഒരു പ്രൊജക്റ്റിൽ നിന്ന് നിങ്ങൾ മാറി മറ്റൊരു പ്രൊജക്റ്റിലോട്ട് പോവുക. ചിലപ്പോൾ സിറ്റിയിൽ തന്നെ ആയിരിക്കാം, പക്ഷെ വേറെ വേറെ സ്ഥലങ്ങളിൽ. അതിനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇഞ്ചുറീസ്, ചെറിയ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. സോ വാഹനം യൂസ് ചെയ്യുമ്പോഴും മെഷീൻസ് യൂസ് ചെയ്യുമ്പോഴും നന്നായി സൂക്ഷിക്കണം. സോ ഇത്തരം ഒരു ട്രാൻസിറ്റിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പരദേവതയെ നന്നായി ഉപാസിക്കുക. അതുപോലെ ഹനുമാൻ ചാലിസ ഡെയിലി ചൊല്ലാൻ ശ്രമിക്കുക. ഇനി ചൊല്ലാൻ സാധിക്കാത്തവർ ഡെയിലി കിടക്കുന്നതിന് മുന്നേ, ഉറങ്ങുന്നതിന് മുന്നേ അത് മൊബൈലിൽ പ്ലേ ചെയ്ത് കേട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം ഫീൽ ചെയ്യുകയും ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും.